ഈ സമയം വരെ ADGP ആയിരിക്കുന്ന MR അജിത് കുമാർ രക്ഷപ്പെടില്ല എന്ന് സർക്കാർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ സൂചന നൽകിയിരുന്നു. അതായത് ADGPമാർക്ക് ചുമതല നൽകുമ്പോൾ ക്രമസമാധാന ചുമതല വിജയൻ IPSനും ജയിലിൻ്റെ ചുമതല ശ്രീജിത്ത് IPSനും ഒക്കെ നൽകിയപ്പോൾ പിണറായി വിജയൻ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമസമാധാന ചുമതലയിൽ നിയോഗിച്ചിരുന്ന MR അജിത് കുമാറിനെ മൈൻഡ് പോലും ചെയ്തില്ല പുതിയ സർക്കാർ. ഒറ്റ കാരണം, KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിക്കൊല്ലാൻ നേതൃത്വം നൽകി എന്ന് മാത്രമല്ല, ആ കേസ് തന്നെ ഇല്ലാതാക്കാൻ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി കേസ് അട്ടിമറിച്ചിരിക്കുകയാണ് അജിത് കുമാർ എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. അങ്ങനെയുള്ള ഒരാളെ ADGP ആക്കില്ല എന്ന് മാത്രമല്ല, അന്വേഷണ വിധേയമായി സേനയിൽ നിന്ന് തന്നെ നാട് കടത്താനാണോ കോൺഗ്രസ് സർക്കാരിൻ്റെ പദ്ധതി എന്ന് തോന്നുകയാണിപ്പോൾ. അതായത് ആലപ്പുഴയിൽ നവകേരള യാത്രക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ മർദ്ദന കേസിൽ SITയുടെ അന്വേഷണം ADGPയുടെ ഓഫീസിലേക്കും എത്തിയിരിക്കുകയാണ്. നിയമങ്ങളും പോലീസ് ചട്ടങ്ങളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ കേസ് അട്ടിമറിച്ചതിലാണ് ഏറ്റവും ഒടുവിൽ അന്വേഷണം MR അജിത് കുമാറിൻ്റെ ഓഫീസിലേക്ക് തന്നെ എത്തിച്ചിരിക്കുന്നത്. ഇതോടെ പിണറായി വിജയൻ്റെ ഏറാൻമുളിയായി നിന്ന് ഈ നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർത്ത ഒരു പോലീസ് മുതലാളിക്ക് വരാൻ പോകുന്നത് മുട്ടൻ പണിയാണ് എന്നുറപ്പായി. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നതും MR അജിത് കുമാർ എന്ന ADGPയെ തന്നെയാണ്. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് കാട്ടി അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അജിത് കുമാറിൻ്റെ പങ്ക് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതായത് വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയത് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസാണെന്ന് വളരെ വ്യക്തമായി തന്നെ ആ റിപ്പോർട്ടിൽ ഉണ്ട്. പ്രതികളെ രക്ഷിക്കാൻ കേസ് ഡയറി തന്നെ അട്ടിമറിച്ചു, തെറ്റായ നരേറ്റീവ് സൃഷ്ടിക്കാൻ വ്യാജരേഖകൾ ചമച്ചുവെന്നും SIT റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അന്ന് പിണറായി വിജയൻ്റെ പോലീസിനെ പേടിച്ച് വലിയൊരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ മിണ്ടാതെയിരിക്കുകയായിരുന്നു. അവർക്കെല്ലാം സത്യം അറിയാമായിരുന്നു. എന്നാൽ ഭരണം മാറിയതോടെ സത്യസന്ധത തുടരണമെന്ന് ആഗ്രഹിച്ച മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മൊഴിയിലാണ് ഇപ്പോൾ അജിത് കുമാറിൻ്റെ പങ്ക് വളരെ വ്യക്തമായി വന്നത്. എന്നാൽ ഇതോടെ തീർന്നിട്ടില്ല. അജിത് കുമാറിൻ്റെ ഓഫീസിലെ മുൻ ജീവനക്കാരുടെ മൊഴിയെടുക്കാൻ പോവുകയാണ്. CCTV ദൃശ്യങ്ങൾ അവിടുത്തെ ഉൾപ്പെടെ പരിശോധിക്കാനാണ് ഇപ്പോൾ തീരുമാനം. മർദ്ദനത്തിനുപയോഗിച്ച ലാത്തികൾ കണ്ടെത്തി അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനും തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതികളുടെ ഫോൺ കോൾ വിവരങ്ങൾ SIT പരിശോധിച്ച് വരികയാണ്. അത് അന്ത്യഘട്ടത്തിലാണ്. മർദ്ദനത്തിന് നിർദ്ദേശമുണ്ടായിരുന്നോ എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇതെല്ലാം പ്രതികൂലമായി തന്നെ വരാനാണ് സാധ്യത എന്നിരിക്കെ അജിത് കുമാറിന് പദവിയല്ല പടിയിറക്കമാണ് കിട്ടുക എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ തന്നെ ഏറ്റവും വലിയ തെളിവായ മർദ്ദന ദൃശ്യങ്ങൾ അത് അട്ടിമറിക്കാൻ നോക്കിയതും ഇതേ അജിത് കുമാറാണ് എന്നുള്ളത് SIT കണ്ടെത്തി കഴിഞ്ഞു. അതായത് പോലീസ് ഫോട്ടോഗ്രാഫറുടെ ദൃശ്യങ്ങൾ ലഭ്യമായി എന്ന റഫർ റിപ്പോർട്ടിലെ പ്രസ്താവന കള്ളമാണെന്ന് കണ്ടെത്തുകയും പോലീസ് ഫോട്ടോഗ്രാഫർ മർദ്ദനം യഥാർത്ഥത്തിൽ പകർത്തിയിട്ടില്ല എന്ന മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. മുൻപ് കോടതിയിൽ ഹാജരാക്കിയ രേഖ യാഥാർത്ഥ്യ രേഖയല്ലെന്ന് ആണ് വ്യക്തമായത്. റഫർ റിപ്പോർട്ടിൽ പോലീസ് ഫോട്ടോഗ്രാഫർ ദൃശ്യം പകർത്തിയെന്ന കാര്യം വ്യാജമായി രേഖപ്പെടുത്തിയെന്നും SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേസിൽ ഗ്രേഡ് SIമാർക്കെതിരെ വരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ഉണ്ടാകുമെന്നും ഇപ്പോൾ വിവരം ലഭിക്കുന്നു. അതെല്ലാം കഴിയുന്നതോടെ ഈ ADGP ഓഫീസിലെ സത്യങ്ങളും 100% വ്യക്തമാകുന്നതോടെ MR അജിത് കുമാർ എന്ന പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള പിണറായിയുടെ ദാസന് വീട്ടിലിരിക്കേണ്ടി വരും.